വാർത്തകളിലേക്ക് വിശദമായി. അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ ഇടുക്കി സിംഗുകണ്ടത്തും പൂപ്പാറയിലും പ്രതിഷേധം തുടരുന്നു. വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി അടുത്ത ദിവസം ചിന്നക്കനാലിലെത്തും. പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് വിദഗ്ധ സമിതിയുടെ സന്ദർശനം. അരിക്കൊമ്പനും ആനക്കൂട്ടവും ജനവാസ മേഖലയ്ക്ക് സമീപമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, രാപ്പകൽ സമരം തുടരുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഈ സമയങ്ങളിലും അരിക്കൊമ്പനും സംഘവും ഭീഷണിയായി നിൽക്കുന്നുമുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? രേണുക, തീർച്ചയായും അരിക്കൊമ്പനും സംഘവും വലിയ ഭീഷണി ഉയർത്തിയാണ് ഇപ്പോൾ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പുൽമേടുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുൽമേടിലാണ് ഏതാനും മണിക്കൂറുകളിലായി ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. തൊട്ടടുത്തായി മറ്റൊരു കാട്ടാനക്കൂട്ടവുമുണ്ട്. ഇപ്പോൾ ഈ ആനകൾ ഈ സിംഗുകണ്ടം ചിന്നക്കനാൽ റോഡ് മുറിച്ചു കടന്ന ആനയിറങ്കൽ ജലാശയ സമീപത്തോട് കടന്നു പോകുന്നതായാണ് വിവരം. വനംവകുപ്പ് വാച്ചർമാരുമൊക്കെ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ആളുകളെയൊക്കെ നിയന്ത്രിച്ചാണ് ഇതുവഴി ഇപ്പോൾ കടത്തിവിടുന്നത്. ജനവാസ മേഖലയോട് വളരെ ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖല തന്നെയാണ്. സമീപത്തെ മേഖലകളിലൊക്കെയായി വീടുകളൊക്കെ ഉണ്ട്. ദൗത്യം തീരുമാനിച്ചിരിക്കുന്ന സിമന്റ് പാലം ഇന്ന് തൊട്ടടുത്താണ് സിംഗുകണ്ടം. ഇപ്പോൾ രാപ്പകൽ സമരം നടക്കുന്ന സിംഗുകണ്ടത്തിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇവിടം. അരിക്കൊമ്പൻ ഏതാനും ദിവസമാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പുൽമേടുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് സഞ്ചരിക്കുന്നത്. ഒപ്പം ഒരു പിടിയാനയും 2 കുട്ടിയാനകളുമുണ്ട്. ഇന്ന് ഈ സംഘത്തിനോട് ചേർന്ന് മറ്റൊരു ആട്ടാനക്കൂട്ടവും ഈ ജനവാസ മേഖലയിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരുന്നു. എന്തായാലും ഈ രാപ്പകൽ സമരവും ആനയെ പിടികൂടാതിനുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടരുമ്പോഴും ദിവസങ്ങളായി ആന ഈ മേഖലയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഏതാനും ദിവസങ്ങളായി 301 കോളനി, ചിന്നക്കനാലിന് താഴ്വാസമുള്ള പെരിയ കനാൽ, സിംഗുകണ്ടം, സിമന്റ് പാലം, മരപ്പാലം തുടങ്ങിയ മേഖലകളിലൊക്കെ പുൽമേടുകൾ കേന്ദ്രീകരിച്ച് ആനയുണ്ട്, അരിക്കൊമ്പനുണ്ട്. ഒപ്പം ഒരു പിടിയാനയും 2 കുട്ടിയാനകളുമുണ്ട്. ഇന്ന് ഈ ആനക്കൂട്ടത്തിന് സമീപത്തെ മറ്റൊരു കാട്ടാനക്കൂട്ടവും കൂടി ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ സിംഗുകണ്ടം മേഖലയിൽ ചക്കക്കൊമ്പന്റെയും മുട്ടവാലിന്റെയും ഒക്കെ സാന്നിധ്യമുണ്ടായിരുന്നു. തുടർച്ചയായി ഇപ്പോൾ ഈ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും ഇടയാവരുത്തുന്നത്. കാരണം തുടർച്ചയായി എല്ലാ ദിവസവും തന്നെ ആനക്കൂട്ടം ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിക്കുന്നു. പലപ്പോഴും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്നു. വഴിയാത്രക്കാർക്ക് നേരെയും വാഹനയാത്രകളും പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെയൊക്കെ ആഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. മുൻപൊക്കെ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ. 301 കോളനിയിലും സിംഗുകണ്ടത്തുമൊക്കെ കാട്ടാന ആക്രമണം മൂലം ആളുകൾ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരിക്കൊമ്പനടക്കമുള്ള കാട്ടാനകളെ ഇവിടുന്ന് പിടിച്ചു മാറ്റുകയും ഈ മതികെട്ടാൻ ചോരയിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളുടെ ശല്യം ഒഴിവാക്കണമെന്നും ജനങ്ങൾ ആവശ്യമുന്നയിക്കുന്നത്. എന്തായാലും ആ ദൗത്യം കഴിഞ്ഞിടയ്ക്ക് നടക്കേണ്ടിരുന്നത് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു. എന്തായാലും വിദഗ്ധ സമിതി അടുത്ത ദിവസം ഈ ചിന്നക്കനാലിലേക്ക് എത്തും. 301 കോളനിയിലും സിംഗുകണ്ടത്തുമൊക്കെ ജനങ്ങളുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ഒപ്പം വനം വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ ആനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു തീരുമാനം. പ്രിൻസ്, ഈ വിഷയത്തിൽ കോടതി ഇടപെടലിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തും അത് കണക്കിലെടുക്കാതെയുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ആക്ഷേപം. കോടതി നിയോഗിക്കുന്ന വിദഗ്ധ സമിതിയോട് ഈ പ്രതിഷേധ രംഗത്തുള്ള ആളുകൾ ഏത് വിധത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക? വിദഗ്ധ സമിതിയുടെ ചിന്നക്കനാലിലെത്തുമ്പോൾ അതുമായി സഹകരിക്കുക എന്ന ഒരു നിലപാട് അവർക്കുണ്ടോ? രേണുക, കോടതിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കോടതി ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തുകാർ കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇതേ പ്രതീക്ഷയോടെയായിരുന്നു കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ 30-ന് തന്നെ ദൗത്യം നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അത് നിരാശാജനകമായി ഒരു വിദഗ്ധ സമിതിയെ കോടതി നിയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ വിദഗ്ധ സമിതി അടുത്ത ദിവസം, നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ചിന്നക്കനാലിലേക്ക് എത്തും. പ്രധാനമായും കാട്ടാന ആക്രമണം കൂടുതലായി ഉണ്ടാകുന്ന 301 കോളനിയിലായിരിക്കും ഇവർ സന്ദർശനം നടത്തുക. ഒപ്പം സിംഗുകണ്ടത്തും ആനയിറങ്കൽ, പന്നിയ തുടങ്ങിയ മേഖലകളിലുമൊക്കെ ആളുകളോട് സംവദിക്കുമെന്നാണ് കരുതുന്നത്. ആളുകൾ തന്നെ ഇതുതന്നെയാണ് പറയുന്നത്. തങ്ങളുടെ അടുത്ത് വന്ന് തങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അറിയുക, കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പതിവായി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു നടപടി ഉണ്ടാകുകയും വേണം എന്ന് തന്നെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് വിദഗ്ധ സമിതി കൃത്യമായി വന്ന് തങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. മറ്റു മേഖലകളിൽ
വരുന്ന കാട്ടാനകളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദം അംഗീകരിക്കാതെ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും 301 കോളനി വനമേഖലയായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെയാണ് പരിസ്ഥിതി പ്രവർത്തകർ മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ 301 കോളനിയിൽ മാത്രമല്ല കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. ഇതിനോട് ചേർന്നോ അല്ലെങ്കിൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള സിമന്റ് പാലത്തും സിംഗുകണ്ടത്തുമൊക്കെ പതിവായി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ശാന്തൻപാറ പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായി കൃഷിയുള്ള വിയൽ റാബിലും ഒപ്പം തലക്കുളത്തുമൊക്കെ മൂലത്തറയിലുമൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെല്ലാം പൊതുവായി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത് ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി ഒരു ഇടപെടൽ വിദഗ്ധ സമിതി സ്വീകരിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ കരുതുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി അല്ലെങ്കിൽ എങ്ങനെയാണ് ആനയെ പിടികൂടി റേഡിയോ കോൾ ഘടിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആളുകൾ ഉന്നയിക്കുന്ന ആവശ്യം. അതുതന്നെ സംഭവിക്കും. അത്തരത്തിലുള്ള ഒരു സംഭവവികാസം ഉണ്ടാകും എന്ന് തന്നെയാണ്. കോടതി ഇടപെടലിൽ പ്രതിഷേധമുള്ളപ്പോഴും വിദഗ്ധ സമിതിയുടെ വരവിനെ പ്രതീക്ഷയോടെ കാണുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഇപ്പോഴും അരിക്കൊമ്പനും മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും വലിയ ഭീതിയാണ് പ്രദേശത്ത് ഉയർത്തുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.